ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മെയ് 4 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനായി വിപുലമായ സജ്ജീകരണങ്ങൾ. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകൾ. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ മരണം 15ആയി. ചികിത്സയിലിരിക്കെ ഒരാൾ കൂടി ഇന്ന് മരിച്ചു. രാജ്യത്തുടനീളമുള്ള ഗാർഹിക LPG വിതരണം സുഗമവും തടസ്സരഹിതവുമാണെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്കജ്വരം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മെയ് 4 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനായി വിപുലമായ സംവിധാനങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 6 മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടെ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കും. തപാൽ വോട്ടുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകളാണ് ആദ്യം തുറക്കുക. 8 മണിയോടെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണൽ 8:30 ആരംഭിക്കുക. വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കുക. മൊബൈൽ ഫോണുകൾ കൌണ്ടിംഗ് ഹാളിൽ അനുവദിക്കില്ല. വോട്ടെണ്ണൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കും. ഏജന്റുമാർക്കുള്ള പാസ് റിട്ടേണിംഗ് ഓഫീസർമാർ മുഖേന കൈമാറും. പശ്ചിമ ബംഗാളിൽ ഈ മാസം 29-ന് 142 മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. കേരളമടക്കം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും മെയ് 4 വോട്ടെണ്ണൽ. ഇന്നലെ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലെ 1ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. തമിഴ്നാട്ടിൽ 85.15%, പശ്ചിമ ബംഗാളിൽ 92.88% പോളിംഗ് ശതമാനം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തെ തുടർന്ന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് അവസാനിച്ചതിനു ശേഷം നിരീക്ഷണ ക്യാമറകളും വീഡിയോ ഡേറ്റയും കൈകാര്യം ചെയ്യുന്നതിന് കർശനമായ നിർദ്ദേശങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. പോളിംഗ് ബൂത്തുകളിലെ ക്യാമറകളിൽ ഉപയോഗിക്കുന്ന SD കാർഡുകൾ വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നീക്കം ചെയ്യാൻ അനുവാദമുള്ളൂ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ ഒരു മരണം കൂടി. ലൈസൻസിയായ മുണ്ടത്തിക്കോട് സതീശൻ മരിച്ചു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. സതീശൻ 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതേസമയം കാണാതായവർക്കായി നടത്തിയ തിരച്ചിലിൽ ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അപകട സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് ഇവ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. താപനില സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനും സാധ്യതയുണ്ട്. ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ അങ്കണവാടികളിലെ പ്രീസ്കൂൾ പ്രവർത്തനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചു. കൊടും ചൂടിൽ വെന്തുരുകിയ തൃശൂരിന് ചെറിയ ആശ്വാസമായി ജില്ലയുടെ ചില ഭാഗങ്ങളിൽ വേനൽ മഴയെത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ശക്തമായ കാറ്റിനൊപ്പം എത്തിയ അപ്രതീക്ഷിതമായി പെയ്ത മഴ ചൂടിന് വലിയ ശമനമാണ് നൽകിയത്. 15 മിനിറ്റോളം മാത്രമാണ് മഴ പെയ്തുള്ളൂവെങ്കിലും കത്തുന്ന ചൂടിൽ ചെറിയ ആശ്വാസമായി മഴ മാറി. എന്നാൽ തൃശൂർ നഗരഭാഗങ്ങളിൽ ഇതുവരെ മഴ ലഭിച്ചിട്ടില്ല. പാലിയേക്കരയിലും ചാലക്കുടിയിലുമാണ് വേനലിന് ആശ്വാസമായി മഴ പെയ്തത്. അതിനൊപ്പം തന്നെ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയും ജില്ലയിൽ കൂടുതലായി ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏതാണ്ട് 40 ഡിഗ്രിയിലധികം ചൂടാണ് ജില്ലയിലുണ്ടായിരുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഇന്നലെയും ഇന്നും ഉഷ്ണതരംഗ സാധ്യതയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കൊടും ചൂടിന് ആശ്വാസമായി കോഴിക്കോടിന്റെ മലയോര മേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു. മുക്കം, ചാത്തമംഗലം, മാവൂർ മേഖലകളിലാണ് മഴ പെയ്തത്. അതിനിടെ താമരശ്ശേരി മുക്കം റോഡിൽ കൂറ്റൻ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് അധികൃതരും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചു മാറ്റിയത്. സ്ഥലത്ത് വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. കടുത്ത വേനൽച്ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പാമ്പുകൾ തണുപ്പ് തേടി വീടുകളിലേക്കും ജനവാസ മേഖലകളിലേക്കും എത്താൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പാമ്പ് കടിയേറ്റെന്ന് മനസ്സിലായാൽ ഒരു കാരണവശാലും പരിഭ്രാന്തരാകരുത്. കടിയേറ്റ ആളെ എത്രയും വേഗം ആന്റി സ്നേക്ക് വെനം ലഭ്യമായ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യസഭാ എംപിമാരായ രാഘവ് ഛദ്ദ, സന്ദീപ് പഥക്, അശോക് മിത്തൽ എന്നിവർ ആം ആദ്മി പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചു. മറ്റ് നിരവധി AAP എംപിമാർക്കൊപ്പം താനും BJPയിൽ ചേരുമെന്ന് ശ്രീ ഛദ്ദ അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള ഗാർഹിക LPG വിതരണം സുഗമവും തടസ്സരഹിതവുമാണെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വാണിജ്യ LPG വിതരണം 70% വരെ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും ശ്രീമതി ശർമ്മ പറഞ്ഞു. कमर्शियल LPG 70% तक रेस्टोर है और अप्रैल के महीने में अब तक लगभग 1,47,000 टन से अधिक कमर्शियल LPG की सेल की जा चुकी है. 5 किलो के सिलेंडर्स की सेल भी लगातार सुचारू रूप से चल रही है. कल भी लगभग 81,000 से अधिक 5 किलो के सिलेंडर्स की सेल की गई है. പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി ഷിപ്പിംഗ് ജലപാത മന്ത്രാലയ ഡയറക്ടർ മൻദീപ് സിംഗ് രൺധാവ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളെല്ലാം വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത്. പൊതുസ്ഥലങ്ങളിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണം. ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുകയും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കിണറുകളും ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കുകയും വേണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉറവിടം തേടി പ്രത്യേക ക്യാമ്പയിനിന് തുടക്കമായി. അടുത്ത മാസം 6 വരെ ഊർജിത ഉറവിട നശീകരണവും ബോധവൽക്കരണവുമാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ചെറുനാരങ്ങ വില കുതിച്ചുയരുന്നു. വേനൽ കടുത്തതോടെ വിപണിയിൽ ആവശ്യകത വർദ്ധിച്ചതും ലഭ്യത കുറഞ്ഞതുമാണ് വിലക്കയറ്റത്തിന് കാരണമാകുന്നത്. കിലോയ്ക്ക് 220 മുതൽ 240 രൂപ വരെയാണ് പൊതുവിപണിയിലെ മൊത്ത വിൽപ്പന വില. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ചെറുനാരങ്ങയ്ക്ക് വിപണിയിൽ ഇപ്പോൾ തീ വിലയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിലയിൽ ഇരട്ടിയിലധികം വർധനവാണ് രേഖപ്പെടുത്തിയത്. കിലോയ്ക്ക് 100 രൂപയിൽ താഴെയായിരുന്ന വിലയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 200 കടന്നത്. ചില്ലറ വിപണിയിൽ പലയിടങ്ങളിലും വില 240 രൂപ വരെയായിട്ടുണ്ട്. തമിഴ്നാടടക്കം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും ചെറുനാരങ്ങ കേരളത്തിലേക്ക് എത്തുന്നത്. നാരങ്ങ വില കൂടിയതോടെ വഴിയോരങ്ങളിലെ നാരങ്ങ വെള്ളം വിൽപ്പനക്കാരും പ്രതിസന്ധിയിലായി. ഗ്ലാസിന് 10-15 രൂപയുണ്ടായിരുന്ന നാരങ്ങ വെള്ളത്തിന് പലയിടങ്ങളിലും ഇപ്പോൾ 20 മുതൽ 25-30 രൂപ വരെയാണ് ഈടാക്കുന്നത്. അടുക്കളയിലെ പാചകത്തിനും അച്ചാറിനുമെല്ലാം നാരങ്ങ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചെലവേറിയ കാര്യമായി മാറി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവ മത്സരം പുരോഗമിക്കുന്നു. ഗുവാഹത്തിയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 999 പോയിന്റ് താഴ്ന്ന് 76,664 നിഫ്റ്റി 275 പോയിന്റ് കുറഞ്ഞ് 23,897 വ്യാപാരം അവസാനിപ്പിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി നാളെ വിധി പറയും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മെയ് 4 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനായി വിപുലമായ സജ്ജീകരണങ്ങൾ. ആദ്യമെണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകൾ. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ മരണം 15ആയി. ചികിത്സയിലിരിക്കെ ഒരാൾ കൂടി ഇന്ന് മരിച്ചു. രാജ്യത്തുടനീളമുള്ള ഗാർഹിക LPG വിതരണം സുഗമവും തടസ്സരഹിതവുമാണെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.